സ്റ്റുപ്പിഡ് 6 മാസങ്ങൾക്ക് മുമ്പ് ബോർഡർ ഗവാസ്കർ ട്രോഫിയിൽ ഓസീസിനെതിരെ അനാവശ്യ ഷോട്ടിന് ശ്രമിച്ച് വിക്കറ്റ് വലിച്ചെറിഞ്ഞ് അയാൾ ഗാലറിയിലേക്ക് നടക്കുമ്പോൾ ABC-യുടെ കമന്ററി ബോക്സിലിരുന്ന് സുനിൽ ഗവാസ്കർ പ്രതികരിച്ചത് ഇങ്ങനെയാണ്. 6 മാസങ്ങൾക്കിപ്പുറം ഹെഡിംഗ്ലിയിൽ ഇംഗ്ലണ്ടിനെതിരെ 2ാം ഇന്നിംഗ്സിലും സെഞ്ചുറി നേടി അതേ ഗവാസ്കറിനെ കൊണ്ട് അടിമോനെ സമ്മർ സോൾട്ട് എന്ന് പറയിപ്പിച്ച സ്റ്റുപ്പിഡ് എന്ന വിളി സൂപ്പർ എന്ന് തിരുത്തിച്ച ആളുടെ പേര് ഋഷഭ് പന്ത് എന്നാണ്. തിരിച്ചുവരവ് അയാൾക്കൊരു ഹരമാണ്. മരണത്തെ മുന്നിൽ കണ്ടിട്ട് തടഞ്ഞിട്ടില്ല പിന്നല്ലേ വിമർശനങ്ങൾ. ഒരു ടെസ്റ്റിലെ 2 ഇന്നിംഗ്സുകളും സെഞ്ചുറി നേടുന്ന ലോകത്തെ 2ാമത്തെ മാത്രം വിക്കറ്റ് കീപ്പർ ബാറ്റർ. ഈ നേട്ടം കൈവരിക്കുന്ന ആദ്യ ഇന്ത്യൻ വിക്കറ്റ് കീപ്പർ. ടെസ്റ്റ് ക്രിക്കറ്റിലെ ഏറ്റവും കൂടുതൽ സെഞ്ചുറി നേടിയ ഇന്ത്യൻ വിക്കറ്റ് കീപ്പർ. ഇംഗ്ലണ്ടിലെ ഏറ്റവും കൂടുതൽ സെഞ്ചുറി അടിച്ച 2ാമത്തെ മാത്രം ഇന്ത്യൻ താരം. ലീഡ്സ് ടെസ്റ്റ് കഴിയുമ്പോൾ ഋഷഭ് പന്ത് സ്വന്തം പേരിലാക്കിയ റെക്കോർഡുകളാണ് ഇതെല്ലാം. മത്സരം ഇന്ത്യ കൈവിട്ടെങ്കിലും ഹെഡിംഗ്ലിയിലെ പന്തിന്റെ സെഞ്ചുറികൾ ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. വിമർശനങ്ങളുടെ മലവെള്ളപ്പാച്ചിൽ നീന്തിക്കയറിയവന്റെ ക്ലിയർ സ്റ്റേറ്റ്മെന്റ്. 2022 ഡിസംബറിൽ ഉണ്ടായ കാർ അപകടത്തെ അതിജീവിച്ച ശേഷം കളിച്ച ആദ്യ ടെസ്റ്റിൽ തന്നെ സെഞ്ചുറി അടിച്ച ആളാണ്. 8 സെഞ്ചുറികൾക്കൊപ്പം 100-നോളം പോന്ന 7 90+ ഇന്നിംഗ്സുകൾ സ്വന്തം പേരിലുള്ള മനുഷ്യനാണ്. ഗാബയിൽ ഇന്ത്യയുടെ തല താഴാതെ കാത്തയാളാണ്. ടെസ്റ്റ് ക്രിക്കറ്റിലെ പന്തിന്റെ ഇമ്പാക്ട് അങ്ങനെ അളന്ന് തിട്ടപ്പെടുത്താനൊന്നും പറ്റില്ല. നമ്മൾ കണ്ടു ശീലിച്ച ടെക്സ്റ്റ് ബുക്ക് സ്റ്റൈൽ ഷോട്ടുകളോ, ക്ഷമയോടെ ക്രീസിൽ ഉറച്ചു നിന്ന് അടുക്കും ചിട്ടയോടെ കെട്ടിപ്പടുക്കുന്ന ഇന്നിംഗ്സുകളോ, നല്ല ബോളുകൾ ഒഴിവാക്കി മോശം പന്തുകളെ തിരഞ്ഞുപിടിച്ച് ശിക്ഷിക്കുന്ന ക്ലാസിക് ബാറ്റിങ്ങോ അയാളിൽ കാണാൻ കഴിഞ്ഞെന്ന് വരില്ല. പക്ഷേ നേരിടുന്ന ഓരോ പന്തിലും സർപ്രൈസ് ഷോട്ടുകൾ കളിക്കാൻ കഴിവുള്ള, ആദ്യ പന്ത് മുതൽ അഗ്രസീവ് ഇന്റന്റോടെ ബാറ്റ് ചെയ്യുന്ന, ടെസ്റ്റ് ഫോർമാറ്റിനെ ത്രില്ലറാക്കുന്ന മറ്റൊരു ബാറ്ററും നിലവിൽ ഇന്ത്യൻ സ്ക്വാഡിൽ എന്ന് പറയേണ്ടി വരും. നമ്മൾ കണ്ടു പരിചയിച്ച ടെസ്റ്റ് ക്രിക്കറ്റ് ശൈലിയെ അപ്പാടെ അവഗണിച്ച് അതേ ടെസ്റ്റ് ക്രിക്കറ്റിനെ പോപ്പുലർ ആക്കിയ താരം. റെഡ് ബോൾ ക്രിക്കറ്റിൽ ഇതിനോടകം തന്നെ ഗില്ലിയോടും MSDയോടും ചേർത്ത് വായിക്കപ്പെട്ട് കഴിഞ്ഞു ഈ 27-കാരന്റെ പേര്. കോഹ്ലിയും രോഹിത്തും ഇല്ലാത്ത ഇന്ത്യൻ ടീം ഇംഗ്ലണ്ടിലേക്ക് വണ്ടി കയറുമ്പോൾ ഏറ്റവും കൂടുതൽ വിമർശനം കേട്ടത് ഋഷഭ് പന്തിന്റെ ഫോമിനെ കുറിച്ചാണ്. ഒട്ടും ഇംപ്രസീവ് അല്ലാത്ത ബോർഡർ ഗവാസ്കർ സീരീസ്, IPL ഏറെക്കുറെ മറക്കാൻ ആഗ്രഹിക്കുന്ന ഒരു സീസൺ, തൊട്ടു പിന്നാലെ BCCI ആനുവൽ കോൺട്രാക്റ്റിനെ ചൊല്ലിയുള്ള വിവാദങ്ങൾ. എല്ലാറ്റിലും ക്രീസിലാണ് മറുപടി. ഇംഗ്ലണ്ടിനെതിരെ ആദ്യ ഇന്നിംഗ്സിൽ 178 പന്തുകളിൽ നിന്ന് 134 റൺസ്. ആദ്യ ഇന്നിംഗ്സിലെ സെഞ്ചുറിയന്മാർ പരാജയപ്പെട്ട 2ാം ഇന്നിംഗ്സിൽ വൺഡേ ശൈലിയിൽ 140 പന്തുകളിൽ നിന്ന് 118 റൺസ്. എന്തുകൊണ്ട് താൻ ഈ ടീമിന്റെ മെയിൻ ആയെന്ന് വിളിച്ചു പറയുന്ന 2 ഇന്നിംഗ്സുകൾ. ഋഷഭ് പന്തിന്റെ പേരിൽ മലയാളികൾ എല്ലായ്പ്പോഴും 2 തട്ടിലാണ്. സഞ്ജുവുമായുള്ള കമ്പാരിസൺ വരുമ്പോഴെല്ലാം നോർത്ത് ഇന്ത്യൻ ലോബി, BCCIയുടെ പെറ്റി എന്നൊക്കെ തരത്തിലുള്ള വിമർശനങ്ങൾ ഉയർന്നു വരും. പന്തിന് ലഭിക്കുന്ന പ്രൊട്ടക്ഷന്റെ 100-ൽ 1 അംശം കിട്ടിയിരുന്നെങ്കിൽ സഞ്ജു ടീമിലെ സ്ഥിര സാന്നിധ്യമായേനെ എന്ന തരത്തിലുള്ള കമന്റുകൾ സോഷ്യൽ മീഡിയ വാളുകളിൽ നിറഞ്ഞിട്ടുണ്ട്. 2020-ൽ സഞ്ജുവിന്റെ കരിയറിന് പന്ത് പലവട്ടം ഭീഷണിയായിട്ടുണ്ടെന്നത് സത്യമാണ്. T20-ൽ പന്തിനേക്കാൾ മികച്ച സ്റ്റാറ്റുള്ളതും സഞ്ജുവിന് തന്നെ. എന്നാൽ ടെസ്റ്റ് ക്രിക്കറ്റിലേക്ക് വരുമ്പോൾ പന്തിന് കിട്ടുന്ന അനാവശ്യ ഹേറ്റ് അയാൾ ശരിക്കും അർഹിക്കുന്നില്ല എന്ന് തോന്നുന്നു. നിലവിൽ ഇന്ത്യൻ സ്ക്വാഡിലെ ഏറ്റവും മികച്ച റെഡ് ബോൾ പ്ലെയർ എന്ന ടാഗ് പോലും അയാൾക്ക് അമിതഭാരമാകുമെന്ന് തോന്നുന്നില്ല. കാരണം ടീം പ്രതിസന്ധിയിലായ പല ഘട്ടങ്ങളിലും രക്ഷയ്ക്കെത്തിയത് പന്ത് തന്നെയായിരുന്നു. ചുരുങ്ങിയ സമയം കൊണ്ട് സേനാ കൺട്രീസിൽ ഇത്രയും സക്സസ്ഫുൾ ആയ മറ്റൊരു ഏഷ്യൻ വിക്കറ്റ് കീപ്പർ ചരിത്രത്തിലില്ല. 44 ടെസ്റ്റുകളിൽ നിന്ന് 44.44 ശരാശരിയിൽ 3200 റൺസാണ് ടെസ്റ്റിൽ പന്ത് ഇതിനോടകം നേടിയത്. നിങ്ങൾ പന്തിനെ അയാളായി തന്നെ അംഗീകരിക്കൂ, പന്തിനെ പന്തായിരിക്കാൻ അനുവദിക്കൂ. ഹെഡിംഗ്ലിയിലെ 2ാം ഇന്നിംഗ്സിലെ സെഞ്ചുറി പ്രകടനത്തിന് ശേഷം പ്രസ് മീറ്റിൽ KL രാഹുൽ പറഞ്ഞതിലുണ്ട് എല്ലാം. ഏതൊരു സാധാരണ മനുഷ്യനെയും പോലെ ദൗർബല്യങ്ങളുള്ള, പെർഫെക്റ്റ് അല്ലാത്തൊരു മനുഷ്യനാണ് അയാളും. ഗ്രൗണ്ടിലെ ക്യാരക്ടറും അലസമായി ബാറ്റ് കൈകാര്യം ചെയ്യുന്നതും, ക്രീസിലെ ആക്രോബാറ്റിക്സും, സ്റ്റംമൈക്കിൽ കുടുങ്ങിയ സന്ദർഭങ്ങളും, ക്ഷമയില്ലാതെ വിക്കറ്റ് വലിച്ചെറിയുന്നതുമൊക്കെ ചർച്ചയാകണം. എന്നാൽ പന്ത് ടെസ്റ്റ് ക്രിക്കറ്റിൽ ഉണ്ടാകേണ്ടതും നിലനിൽക്കേണ്ടതും ഇന്ന് ടീം ഇന്ത്യയുടെ ആവശ്യമാണ്. ഗില്ലിന്റെ നേതൃത്വത്തിലുള്ള പുതിയ ഇന്ത്യൻ ടീമിൽ പന്തിന്റെ റോൾ ഡിഫൈൻ ചെയ്യാനാകുന്നതിന് മുകളിലാണ്. ഒരു സീനിയർ പ്ലെയർ എന്ന നിലയിലുള്ള ഉത്തരവാദിത്തവും പന്തിൽ നിന്നും ടീം ആഗ്രഹിക്കുന്നുണ്ട്. സ്റ്റമ്പിന് പിന്നിലും മുന്നിലും സാന്നിധ്യം കൊണ്ടുപോലും ടീമിനെ ഇൻഫ്ലുവൻസ് ചെയ്യേണ്ടതുണ്ട്. ബാറ്റിംഗിൽ അയാൾ കാട്ടുന്ന അഗ്രസീവ്നെസ് ടീമിന് ഒന്നാകെ വിജയിക്കാനുള്ള ഇന്ധനമാകേണ്ടതുണ്ട്. ഒരു ദിവസം കൊണ്ട് സംഭവിക്കേണ്ടതല്ല ഇതെല്ലാം. അതിന് പന്തിന് സമയവും സ്പേസും നൽകാം. എല്ലാറ്റിലുമുപരി അയാളെ അയാളായി തന്നെ നമുക്ക് അംഗീകരിക്കാം, ആ ഗെയിം ആസ്വദിക്കാം.